ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇപ്പോൾ ഒത്തിരി എക്സാമുകൾ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണല്ലേ. LGS, LDC അങ്ങനെ കുറേ എക്സാമിൻ്റെയൊക്കെ കൊട്ടുക്കലാശമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈമാണിത്. എന്നിരുന്നാൽ കൂടിയും ആ LDCയുടെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ തിരക്കി അതിൻ്റെ കട്ട് ഓഫ് പ്രൊഡിക്ഷനൊക്കെ കണ്ട് ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നൊരു സമയം കൂടിയാണ് ഇത്. അപ്പം നമ്മുടെ മുമ്പിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമായിരിക്കും മിക്കവരുടെയും മനസ്സിലുണ്ടായിരിക്കുക. ഇപ്പോൾ LGS ആണെങ്കിലും LDC ആണെങ്കിലും എഴുതി പരാജയപ്പെട്ടു പോയവരായിരിക്കും കുറേ പേരെങ്കിലും. പരാജയപ്പെട്ടു എന്നല്ല, കുറേ പേരുടെയെങ്കിലും ഉദ്ദേശിച്ച് ആ പരീക്ഷ ഹാളിലിരുന്ന് തനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം നെഗറ്റീവ് അടിച്ചവരും, പിന്നെ തനിക്ക് ഇത്ര മാർക്കുണ്ട് എന്നോർത്തിരുന്നിട്ട് നമ്മുടെ ഫൈനൽ കീ വന്നു കഴിഞ്ഞപ്പം കുറേ നെഗറ്റീവ്സ് അടിച്ച് ഉള്ള മാർക്കിൽ നിന്ന് ഒരു 5 മാർക്ക് 6 മാർക്ക് ഡിഫറൻസ് വന്നവരുമായിരിക്കും നിങ്ങൾ. അപ്പം നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇനി ഇതിനൊന്നും പോയിട്ട് കാര്യമില്ല, വേറെ വല്ല പരിപാടിയും നോക്കാം, കുറേ റാങ്ക് ഫയലും പഠിച്ച് കുറേ സമയം കളഞ്ഞെന്നായിരിക്കാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സമയം കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുപാട് നോട്ട് പ്രിപ്പയർ ചെയ്തും നമ്മൾ ഒരുപാട് ക്ലാസ് കേട്ടും കുറേ സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിച്ചവരാണ്. അപ്പം നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ആ PSC എന്നൊരു ചിന്തയുണ്ടെങ്കിൽ 10th പ്രിലിംസ് എന്നൊരു കടമ്പ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇനി PSCയിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ വേറെ ജോലിയിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുന്നതിന് ഇപ്പുറം ഒരു എക്സാം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. സെക്രട്ടേറിയറ്റ് OAയും ലാബ് അസിസ്റ്റൻ്റ് പോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരു ആദ്യപടിയാണ് 10th പ്രിലിംസ്. അപ്പം നമ്മുടെ ചാനൽ മിറാക്കിൾ മേക്കേഴ്സ് PSC എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബേർഡൻ ആയിട്ടൊന്നും അല്ല തരുന്നത്, വളരെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സും കോഡ്സും ഒക്കെ വെച്ചാണ് തരുന്നത്. നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ വായിക്കുക. ഇനി പുതിയതൊന്നും വായിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ല. നമ്മൾ വായിച്ച കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തറവാക്കുക. ഇപ്പം കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാനാണ് നമുക്കതിന് നേരം കാണുള്ളൂ. അപ്പം ഞങ്ങൾ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുറേ നോട്ട്സ് ഉണ്ട്, കുറേ സിമ്പിൾ കോഡ്സും ടിപ്സും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു 70% അത് ഉപകാരപ്പെട്ടിരുന്നു. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു, ഇത് ഇന്നതല്ല എന്നുള്ളത് സ്കിപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഗ്രേഡ് ഒന്നുകൂടെ കൂടുക ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ ചാനലിൽ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ്, ഷുവറായിട്ട് വരുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്ത് അതിനൊരു കോഡൊക്കെ ഉണ്ടാക്കിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. ഇപ്പം ഞങ്ങളുടെ ചാനലിൽ തന്നെ അല്ലെങ്കിലും നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ, ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ PSC ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുക, അത് ഒന്ന് നേരെ ചൊവ്വേ ഫോളോ ചെയ്ത് വരിക. ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് എഴുതുക, പിന്നെ ക്ലാസ് റെഗുലറായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ വീണ്ടും ആ PSC എന്നുള്ളൊരു ഇതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരിക. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ, പുതിയൊരു ചാനലാണിത്, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം 10th പ്രിലിംസിനെ കുറിച്ചാണ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ സിലബസ് വെച്ചുള്ള ക്ലാസ്സുകളും അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ടോപ്പ് 10 കറണ്ട് അഫയേഴ്സ് സീരീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ്, വെറും 10 ക്വസ്റ്റ്യൻസ് മാത്രം ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 10 ക്വസ്റ്റ്യനിൽ ഞങ്ങൾ 100% ഉറപ്പ് പറയുന്നൊരു കാര്യമാണ്, ഈ 10 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, ഒരു വീഡിയോ കാണുന്നത്, അതും കൂടിപ്പോയി 5 മിനിറ്റ് 6 മിനിറ്റിൻ്റെ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് 1-2 മാർക്ക് എന്നാണേലും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും, പിന്നെ അതുപോലെ സമകാലിക വാർത്തകൾ നമ്മൾ PSC ബുള്ളറ്റിൻ വെച്ചിട്ടുള്ളതും അതൊക്കെ തിരഞ്ഞെടുത്ത് അതിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. PSCയിൽ നിന്ന് വിട്ടുപോവുകയാണോ വേണ്ടത്, അതോ ഇനിയും തുടർന്ന് പഠിക്കുകയാണോ വേണ്ടത്. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ വളരെ പാടാണ്. ഒരു തവണയൊന്ന് പറഞ്ഞു നോക്കൂ, ഐ ക്യാൻ ഡു ഇറ്റ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അല്ലാതെ നാളത്തെക്കുറിച്ച് ഓർത്ത്, നാളെ ഇനി PSC പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ എനിക്കൊന്നും ഉണ്ടാകത്തില്ലെന്നോർത്ത് നമ്മളിരുന്നാൽ നമുക്കൊരിക്കലും ഒരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാകത്തില്ല. PSCയിലോട്ട് നമ്മൾ ഏതായാലും ഇറങ്ങി തിരിച്ചു, ഇനി അത് നേടുന്നവരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക. താങ്ക്